Hello, my dear students. Welcome to another session of the Canterbury School of English. Today's class, we discuss the written word from English for communication. Here in this chapter, we have to discuss about what do you mean by a written word, what are the process in writing, then how can we plan in writing, then how can we maintain a well-written sentence, then we discuss about the clarity, diction, variety, simplicity in writing sentences. Okay. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ ചെറിയ ചാപ്റ്ററാണ്. എന്നാൽ നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ട് എന്ത് ചോദിക്കാം? എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. അന്നേരം ഈ ചാപ്റ്റർ മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സമ്മറൈസ്ഡ് വെർഷനിൽ ഞാൻ ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ച് കേൾക്കുക, നോട്ട്സുകൾ ലെക്ചർ നോട്ട്സുകൾ എഴുതിയെടുക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ കൂടെ നോക്കിപ്പോകും. ഞാൻ ചില കാര്യങ്ങൾ പറയും, അത് ടെക്സ്റ്റിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോകാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അന്നേരം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ ഫസ്റ്റ് ദ റിട്ടൺ വേർഡ് ഡിസ്കഷൻ്റെ അത് ദ റിട്ടൺ വേർഡ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റിൽ നമുക്ക് പറയുന്നത് റൈറ്റിങ്ങിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറയുന്നുണ്ട്, റൈറ്റിങ്ങിന്റെ പർപ്പസ് എന്താണെന്ന് പറയുന്നുണ്ട്, ബെനിഫിറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് പറയുന്നത്. ഒരാൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വാട്ട് യു മീൻ ബൈ റൈറ്റിംഗ്? റൈറ്റിംഗ് ഈസ് എ ഫോം ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യൂസസ് സൈൻസ് ആൻഡ് സിംബൽസ് ടു കൺവേ ലാംഗ്വേജ് ആൻഡ് ഇമോഷൻ. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞു നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് അതിൻ്റെ റൈറ്റിങ്ങിന്റെ ഡെഫിനിഷൻ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കണം, അല്ലേ? അന്നേരം റൈറ്റിംഗ് ഈസ് എ ഫോം ഓഫ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ദാറ്റ് യൂസസ് സൈൻസ് ആൻഡ് സിംബൽസ് ടു കൺവേ ലാംഗ്വേജ് ആൻഡ് ഇമോഷൻ. സോ ലാംഗ്വേജിലൂടെ നമ്മുടെ ഭാഷയും നമ്മുടെ വികാരങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സയൻസും സിംബൽസും ഉപയോഗിച്ച് മനുഷ്യർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് പല ഫങ്ഷൻസ് ഉണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? ഫോർ റെക്കോർഡിംഗ് ഹിസ്റ്ററി, പ്രിസർവിംഗ് കൾച്ചർ, ട്രാൻസ്മിറ്റിംഗ് നോളജ് ആൻഡ് സപ്പോർട്ടിംഗ് ലീഗൽ സിസ്റ്റംസ്. സോ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് അവർ ഹിസ്റ്ററി, preserving our culture, transmitting knowledge from one generation to other, then സപ്പോർട്ടിങ് അവർ ലീഗൽ സിസ്റ്റം, അല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എഴുതപ്പെട്ടിട്ടുള്ളതാണ്, റിട്ടൺ ആണ്. അത്തരം അത് പിൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് എഴുതി വെക്കുന്നുണ്ട്. Writing also allows people to express thoughts, construct arguments, and communicate effectively to larger audience. വലിയ തരത്തിലുള്ള ഓഡിയൻസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ആർഗ്യുമെന്റ്സുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ, എന്ന് വെച്ചാൽ ആർഗ്യുമെന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യാനും നമ്മുടെ ചിന്തകളെ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എഴുത്തെന്ന് പറയുന്ന മേഖല ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഈ പറയുന്ന റൈറ്റിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് റിഫൈൻസ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു സെൽഫ് എക്സ്പ്രഷൻ, പെർsuasion, ഓർഗനൈസ്ഡ് തോട്ട്. നിങ്ങളുടെ മാസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ പെർsuasion. പെർsuasion എന്ന് വെച്ചാൽ ഒരാളെ അനുനയിപ്പിക്കുക, ഇല്ലേ? പറഞ്ഞ് നമ്മളുടെ വരുതിയിലേക്ക് കൊണ്ടുവരിക. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റൈറ്റിംഗ് യൂസ് ചെയ്യാം. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് റിഫൈൻ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കാം. നമുക്ക് സെൽഫ് എക്സ്പ്രഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മളെ തന്നെ എഴുത്തുകളിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ചില ആൾക്കാരുടെ FB പേജസ് ഒക്കെ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും. മീൻസ് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപടി എഴുതിയിരിക്കുകയാണ്, നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും, ഇല്ലേ? സോ അങ്ങനെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ, നമ്മുടെ തോട്ട്സിന്റെ ചിന്തകളെ ഓർഗനൈസ് ചെയ്യാൻ, ആൾക്കാരെ അനുനയിപ്പിക്കാൻ, ഓക്കെ, ഇതിനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? റൈറ്റിംഗ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗുഡ് റൈറ്റിംഗ് എൻഹാൻസസ് പ്രൊഫഷണലിസം, വേറസ് പൂർ റൈറ്റിംഗ് എസ്പെഷ്യലി ഇൻ ഓൺലൈൻ ഓർ പ്രിന്റ് മീഡിയ ക്യാൻ ഹാം റെപ്യൂട്ടേഷൻ. നിങ്ങൾക്ക് നല്ല റൈറ്റിംഗ് നമ്മളുടെ പ്രൊഫഷണലിസം അതിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കും. പക്ഷേ അതേസമയം നിങ്ങളുടെ റൈറ്റിംഗ് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുകയാണ്, ഫോർ എക്സാമ്പിൾ അത് പ്രിന്റ് മീഡിയയിലൂടെയും ഓൺലൈൻ മീഡിയയിലൂടെയൊക്കെ പബ്ലിഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ റെപ്യൂട്ടേഷനെ ഒരുപാട് ഹാം ചെയ്യും. ഇവർക്ക് എഴുതാൻ അറിയത്തില്ല എന്നുള്ള ഒരു തോട്ട് ബാക്കിയുള്ളവർക്ക് ജനറേറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം ബെനിഫിറ്റ്സ് ഓഫ് റൈറ്റിംഗ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് റിഫൈൻസ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്,
It contributes to our self-expression and persuasion and helps in organize the thought. മറന്നു പോകരുത് കേട്ടോ. Then, good writing എന്ത് ചെയ്യുന്നു? Enhances professionalism, whereas poor writing harm our reputation when it is published through online and print media. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ച് എഴുതാം. എന്തൊക്കെയാണ് റൈറ്റിംഗ് പ്രോസസ്സ്? നമുക്ക് 5 മാർക്കിന് ചോദിക്കാം. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു സമ്മറൈസ്ഡ് വെർഷനാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിച്ചു വാരി എഴുതേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ അപ് ടു പോയിന്റുകളായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, ബാക്കിയുള്ള ഇലാബറേറ്റ് ചെയ്യുക. അന്നേരം റൈറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് 4 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിംഗ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്. ഓക്കെ, അന്നേരം ഈ എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ് രണ്ടാക്കി എഴുതി അഞ്ച് സ്റ്റെപ്പുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 4 സ്റ്റെപ്പ്. അന്നേരം പ്രീ റൈറ്റിംഗ് എൻ്റെ കൂടെ പറഞ്ഞു പോയി. പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിംഗ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്. എൻ്റെ അത് പ്രീ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എഴുതുന്നതിന് മുൻപ് നടത്തുന്ന പ്രക്രിയയാണ് പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. It involves brainstorming, taking notes, gathering information, and activities like interviews, researches are common. ഞാനിപ്പോൾ ഒരു കാര്യം എഴുതാൻ പോവുകയാണ്. എഴുതുന്നതിന് മുമ്പ് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്? എന്തായിരിക്കണം ഞാൻ എഴുതേണ്ടത്? അതിന് വേണ്ടിയിട്ട് ഉള്ള മെറ്റീരിയൽസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യുന്നു. നോട്ട്സുകളൊക്കെ അതിനെ സംബന്ധിച്ചിട്ടുള്ള എഴുതി വെക്കുന്നു. പലരുമായിട്ട് ഇന്റർവ്യൂ നടത്തുന്നു. സോ ഇതെല്ലാം വരുന്നത് എന്താണ്? ഈ പറഞ്ഞിട്ടുള്ള എഡിറ്റിംഗ്, ആ ഒരു ക്രാഫ്റ്റിംഗ് മേഖലയിലാണ്. And next one is one second. നെക്സ്റ്റ് ഈസ് ഡ്രാഫ്റ്റിംഗ്. അന്നേരം അവിടേക്ക് വരുമ്പോൾ പ്രീ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? എഴുതുന്നില്ല. നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക മാത്രമേ ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഡ്രാഫ്റ്റിംഗ്. ഓർഗനൈസ് തോട്ട്സ് ഇൻ ടു സെന്റൻസസ് ആൻഡ് പാരഗ്രാഫ്. ദ സ്റ്റേജ് ഈസ് എക്സ്പ്ലോറേറ്ററി ആൻഡ് ഐഡിയാസ് മേ ഇവോൾവ് ഡ്യൂറിംഗ് പ്രോസസ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമുക്ക് നേരത്തെ നമ്മൾ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തതും നമ്മൾ വല്ല ബുക്ക് നോക്കി നോട്ട്സുകൾ എഴുതി വെച്ചതും നമ്മളുടെ ചിന്തകളും എല്ലാം നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കും. ഇത് ഓർഗനൈസ് ചെയ്ത് വെച്ച് അതിനെ സെന്റൻസുകളായിട്ടും പാരഗ്രാഫുകളായിട്ടും നമ്മൾ എന്ത് ചെയ്ത് എഴുതി തയ്യാറാക്കുകയാണ്. പക്ഷെ അവിടേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ എഴുതുന്ന കാര്യത്തിലെ ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സിനെ കുറിച്ചോ വൊക്കാബുലറിയെ കുറിച്ചോ നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. നമ്മളുടെ ചിന്ത എന്താണ്? കറക്റ്റായിട്ട് ആ പറയുന്ന തോട്ട്സുകളെ, നമ്മുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്ത് ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അന്നേരം ഒരു ചെളി കുഴച്ച ഒരു രൂപം എങ്ങനെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത്? ആദ്യമേ നമ്മൾ അതിന്റെ കണ്ണും മൂക്കൊക്കെ ഉണ്ടാക്കുക ഇല്ല. ആദ്യം തലയുടെ ഒരു ഷേപ്പ്, കൈയുടെ ഒരു ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിനും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ആദ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആസ് ഐഡിയാസ് മേ ഇവോൾവ് ഡ്യൂറിങ് ദ പ്രോസസ്. ഈ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ കൂടുതൽ ഐഡിയാസ് നമുക്ക് കിട്ടുന്നത്. Then revising. Focus on rearranging and refining the content, removing redundancy and adding transitions for better flow. സോ റിവൈസിങ് എന്ന് വെച്ചാൽ എന്താ? ഇവിടെയാണ് നമ്മൾ എഴുതിയ കണ്ടന്റ് എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ കുറെ പാരഗ്രാഫുകളും ഒരു കണ്ടന്റും ഒരു ടൈറ്റിലും ഹെഡിങ്ങും ഒക്കെ കിട്ടി. കൊള്ളാം, സംഭവം കൊള്ളാം. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കാൻ ഈ പാരഗ്രാഫ് മുകളിലേക്ക് പോകണം. ആ മുകളിൽ കിടക്കുന്ന പാരഗ്രാഫ് ലാസ്റ്റ് മതി. അതുപോലെ തന്നെ ഈ സെന്റൻസുകളൊന്നും വേണ്ട. ഓക്കെ, അതുപോലെ തന്നെ ചില ഐഡിയാസ് പല സ്ഥലങ്ങളിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതാണ് റിഡൻഡൻസി. കണ്ടോ? റിപ്പീറ്റ് ചെയ്ത് വരിക. അതുപോലെ തന്നെ ചിലയിടത്ത് എന്തൊക്കെയോ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവിടെ റിവൈസ് ചെയ്യും. എന്നിട്ട് ഒരുമിച്ച് ഒന്ന് വായിച്ചിട്ടുണ്ട്. ശരിയാ, ഒരു ഐഡിയ ഒക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലോ ഓഫ് തോട്ട് ഒക്കെ വരുന്നുണ്ട്. The next phase is editing. Ensures accuracy in grammar, punctuation and spelling. ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പറഞ്ഞ കാര്യത്തിൽ, ആ റിവൈസ് ചെയ്ത് വെച്ച കാര്യത്തിൽ ഗ്രാമറും പങ്ക്ച്വേഷനും സ്പെല്ലിങ്ങും ഒക്കെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യുന്നു. അവിടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ്, പങ്ക്ച്വേഷൻ എറേഴ്സ്, സ്പെല്ലിംഗ് എറേഴ്സ് ഇതൊക്കെ നമ്മൾ നോക്കുന്നു. അതെന്താണ്? നമ്മൾ എഡിറ്റ് ചെയ്യാൻ. എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രൂഫ് റീഡിങ്. ദിസ് സ്റ്റെപ്പ് കം ലാസ്റ്റ് വൺസ് ദ കണ്ടന്റ് ഈസ് ഫൈനലൈസ്ഡ്. അവിടെ ആദ്യം നമ്മൾ തന്നെ ഒന്ന് വായിച്ചു നോക്കുന്നു. നമ്മൾ വായിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടീച്ചറിന് കൊടുക്കാം, നിങ്ങളുടെ പിയർ റിവേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് ഇത് വായിച്ചിട്ട് ഇതിൻ്റെ അകത്ത് തെറ്റൊന്ന് തിരുത്തി തരുമെന്ന് ചോദിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് തെറ്റുകൾ കണ്ടെത്താൻ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കണ്ണിനത് കണ്ടത് ശരിയാണെന്നുള്ളൊരു ബോധം വരും.
അതുകൊണ്ട് മറ്റൊരാൾ വായിക്കുമ്പോൾ അയാളുടെ പെർസെപ്ഷനിൽ ഇതിൻ്റെ അകത്ത് തെറ്റുകൾ മനസ്സിലാക്കി തരാനും ചൂണ്ടിക്കാണിച്ചു തരാനും സാധിക്കും. അത് മാത്രമല്ല, അവർ പറയുന്നു ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ റിഫൈൻഡ് ആയിട്ട് വരും. സോ ഇത്രയാണ് റൈറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് ഫോർ സ്റ്റേജസ്: പ്രീ റൈറ്റിംഗ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിംഗ്, എഡിറ്റിംഗ് ആൻഡ് പ്രൂഫ് റീഡിംഗ്. പ്രീ റൈറ്റിംഗിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യുന്നു. ബ്രെയിൻ സ്റ്റോമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിനെ പറ്റി പല രീതിയിൽ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള നോട്ട്സുകൾ തയ്യാറാക്കുന്നു, ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നു, ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യുന്നു, റിസർച്ച് ചെയ്യുന്നു. ഇതൊക്കെയാണ് പ്രീ റൈറ്റിംഗിൽ വരുന്നത്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പ്രീ റൈറ്റിംഗിൽ നമ്മൾ ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസും നോട്ട്സും ഐഡിയാസും എല്ലാം കൂടെ ഓർഗനൈസ് ചെയ്ത് സെന്റൻസസും പാരഗ്രാഫ്സും ആക്കി അതിനെ ഒരു കഥ പോലെ അല്ലെങ്കിൽ അതിനെ ഒരു എസ്സേ പോലെ ആക്കി നമ്മൾ എടുക്കും. ഓക്കെ. ഡ്രാഫ്റ്റ് ഇവിടെ നമ്മൾ ഒരിക്കലും നമ്മൾ എഴുതുന്ന കാര്യത്തിനെ കുറിച്ച്, അതിൻ്റെ അകത്തെ വൊക്കാബുലറിയെ കുറിച്ച്, അതിൻ്റെ അകത്തെ ഗ്രാമാറ്റിക്കൽ എറേഴ്സിനെ കുറിച്ച്, അതിൻ്റെ അകത്തെ സെന്റൻസ് സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആകുന്നതേ ഇല്ല. നമ്മൾ എന്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്? ആ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് ഐഡിയാസ് കൂടുതൽ കൂടുതൽ എഴുതാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് ഇസ് റിവൈസിങ്. ഇവിടെയാണ് നമ്മൾ ആ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റിൻ്റെ അകത്തെ പല കാര്യങ്ങളും പാരഗ്രാഫ് ഷിഫ്റ്റ് ചെയ്യുന്നതും അതുപോലെ റിപ്പീറ്റ് ചെയ്ത ഐഡിയാസ്, റിഡൻഡൻസി വരുന്ന ഐഡിയാസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒമിറ്റ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സ്ഥലത്ത് ആഡ് ചെയ്യുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ ഒരു ഫ്ലോ ഓഫ് തോട്ട് നമുക്ക് ഉണ്ടാകുന്നു എന്ന് അനലൈസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പ്രോസസ്സാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗിലേക്ക് വരുമ്പോൾ റിവൈസ് ചെയ്ത് വെച്ച കണ്ടന്റിന്റെ ഗ്രാമാറ്റിക്കൽ, പങ്ക്ച്വേഷൻ, സ്പെല്ലിംഗ് എറേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്യുറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്രൂഫ് റീഡിംഗ്. ഓക്കെ. പ്രൂഫ് റീഡിംഗിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ വായിച്ചു നോക്കുന്നു, അതിനുശേഷം മറ്റുള്ളവരെ കൊണ്ട് അത് വായിപ്പിക്കുന്നു, അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ വീണ്ടും റിവൈസ് ചെയ്യുന്നു, വീണ്ടും എഡിറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു പെർഫെക്റ്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു എസ്സേ ആയിട്ടത് മാറും. ഇത് മസ്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഈസ് റൈറ്റിംഗ് പ്ലാൻ. എന്താണ് റൈറ്റിംഗ് പ്ലാൻ എന്ന് നമുക്കൊന്ന് നോക്കാം. റൈറ്റിംഗ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പല സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് പ്ലാനിങ്, ഇത് നമുക്ക് 5 മാർക്കിന് ചോദിക്കാം. റൈറ്റ് ആൻഡ് എസ്സേ ഓൺ റൈറ്റിംഗ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എഴുതണം കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ റൈറ്റ് ആൻഡ് എസ്സേ ഓൺ റൈറ്റിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ what is റൈറ്റിംഗ്, ബെനിഫിറ്റ്സ് ഓഫ് റൈറ്റിംഗ്, റൈറ്റിംഗ് പ്രോസസ്, റൈറ്റിംഗ് പ്ലാൻ, ഇതെല്ലാം തന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് എഴുതണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, വെൽ റിട്ടൺ സെന്റൻസ് എന്താണ്? 5 മാർക്കിന് ചോദിക്കും. ഇനി റൈറ്റിംഗ് പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ദെൻ ഓർഗനൈസിങ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ് ആൻഡ് ഫൈനൽ റിവ്യൂ. ഇത് നമുക്ക് നോക്കാം. പ്ലാനിങ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ റൈറ്റിംഗ് പോലെയുള്ള ഒരു സെഷനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഇൻ റൈറ്റിംഗ് പ്രോസസ് ആൻഡ് ദിസ് ഇൻവോൾവ്സ് the understanding the task, generating idea, organizing them systematically. Effective planning helps in managing time, structuring arguments logically, and maintaining focus on the topic. അന്നേരം നമ്മളുടെ ടെക്സ്റ്റിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അന്നേരം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കണ്ടന്റ് നമ്മൾ പറയുന്നത് എസെൻസ് എന്നാണ് ഇതിന് പറയുന്നത്. അന്നേരം ആ പോയിന്റ്സുകളെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് എഴുതി വെച്ച് ഉപയോഗിക്കും. അന്നേരം എന്താണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നതാണ് റൈറ്റിംഗ് പ്ലാനിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം അതെന്താണെന്ന് മനസ്സിലാക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് ദ ടാസ്ക്. ദെൻ നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചർ പറയാണ്, ടീച്ചർ ഒരു അസൈൻമെന്റ് തരികയാണ്. ആ അസൈൻമെന്റ് തന്നിട്ട് പറയാണ് 2 വീക്സിനകം അത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അന്നേരം 2 വീക്സിനകം സബ്മിറ്റ് ചെയ്യണം. ആദ്യം ടീച്ചർ തന്ന അസൈൻമെന്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ ഓർഗനൈസ് ചെയ്ത് അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുന്നു. ദെൻ അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് എഴുതാനായിട്ട് തയ്യാറെടുക്കും. ദെൻ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കലും ടൈം മാനേജ്മെന്റ് വിട്ടുപോകരുത്. ടീച്ചർ 2 ആഴ്ചത്തെ സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന എൻ്റെ ഡേറ്റിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ രാവിലെ ആയിരിക്കരുത് നിങ്ങൾ അസൈൻമെന്റ് എഴുതാനായിട്ട് ഇരിക്കേണ്ടത്. സോ 2 ആഴ്ച ടൈം ഉണ്ടെങ്കിൽ നമുക്കിത് എന്തുമാത്രം എഴുതാനുണ്ട്, ഇതിന്റെ ടോപ്പിക് എങ്ങനെയുള്ളതാണ്, എത്രമാത്രം പാടുള്ളതാണ്, ഇതിനനുസരിച്ചിട്ട് വേണം ടൈം മാനേജ്മെന്റ് നടത്താൻ. സോ മാനേജിങ് ടൈം, ദെൻ സ്ട്രക്ചറിങ് ആർഗ്യുമെന്റ് ലോജിക്കലി, പറയാനുള്ള കാര്യങ്ങളെ നന്നായിട്ട് ലോജിക്കലായിട്ട് അറേഞ്ച് ചെയ്യുക. മെയിൻറ്റെയിനിങ് ഫോക്കസ് ഓൺ ദ ടോപ്പിക്. അതുപോലെ തന്നെ ആ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് വ്യതിചലിക്കരുത്. ടോപ്പിക്കിൽ ക്ലച്ച് ചെയ്തുകൊണ്ട് ഇന്ന് വേണം നമ്മൾ ആ ഒരു എൻ്റെ ആ ഒരു അസൈൻമെന്റ് എഴുതി തീർത്ത് പോകാം.
സോ പ്ലാനിങ് ഇറ്റ് ഈസ് ദ ഇനിഷ്യൽ സ്റ്റെപ്പ് ഇൻ റൈറ്റിംഗ് പ്രോസസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അണ്ടർസ്റ്റാൻഡിങ് ദ ടാസ്ക്, ദെൻ ജനറേറ്റിംഗ് ഐഡിയാസ്, ഓർഗനൈസിങ് ദം സിസ്റ്റമാറ്റിക്കലി. ദെൻ എന്ത് ചെയ്യുന്നു നമ്മൾ? പ്ലാനിങ് ഇൻ മാനേജിങ് ടൈം, സ്ട്രക്ചറിങ് ആർഗ്യുമെന്റ് ലോജിക്കലി, മെയിൻറ്റെയിനിങ് ഫോക്കസ് ഓൺ ദ ടോപ്പിക്. ഇനി നെക്സ്റ്റ് ആണ് ഓർഗനൈസിങ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലാനിങ്ങിന് ശേഷം നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ നേരത്തെ പോലെ തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ ഗ്യാദർ ചെയ്ത് വെച്ചിരിക്കണ്ടല്ലോ ഉണ്ടല്ലോ. ആ ഗ്യാദർ ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ വളരെ ലോജിക്കലായിട്ട് കൊഹറൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ അറേഞ്ച് ചെയ്യുന്നു. This stage helps students to identify key details, fill information gaps, ensure materials logically structured. അന്നേരം നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ ഓർഗനൈസേഷൻ്റെ അകത്ത് എന്താ വരുന്നത്? ഡ്രാഫ്റ്റിംഗ് ആണ് വരുന്നത്. നേരത്തെ സെഷൻ പ്രോസസ്സ് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിങ്ങിൻ്റെ അതേ പ്രോസസ്സാണ് ഓർഗനൈസിങ്ങിൻ്റെ അകത്ത് വരുന്നത്. സോ പ്ലാനിങ്ങിന് ശേഷം അല്ലെങ്കിൽ പ്ലാനിങ്ങിൽ നമ്മൾ കണ്ടെത്തിയ പല കാര്യങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നു? അവിടേക്ക് കറക്റ്റ് ഓർഡറിൽ കൊഹറൻ്റ് ആയിട്ട് ലോജിക്കലായിട്ട് അടുക്കി വെക്കുന്നു. ഇവിടെ നമ്മൾ പല കീ ഡീറ്റെയിൽസുകളും കണ്ടെത്തുന്നുണ്ട്, അവിടെ ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോജിക്കലി നമ്മൾ ഇതിനെ അടുക്കി വെക്കുന്നു ഉണ്ട്. ഇനി ഡ്രാഫ്റ്റിംഗ് ആൻഡ് റിവൈസിങ്. ഡ്രാഫ്റ്റിംഗ് ആൻഡ് റിവൈസിംഗിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡ്യൂറിംഗ് ഡ്രാഫ്റ്റിംഗ് സ്റ്റുഡൻസ് ടേൺ ദെയർ ഓർഗനൈസ്ഡ് ഐഡിയാസ് ഇൻ ടു റിട്ടൺ ഫോം. Consider grammar, purpose, and audience. Revision focus on improving content clarity and coherence. ഇവിടെ ഗ്രാമർ ഈ പറയുന്ന ഡ്രാഫ്റ്റിംഗ് ആൻഡ് റിവൈസിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഓർഗനൈസിങ്ങിൻ്റെ അകത്ത് പല കാര്യങ്ങളെ അടുക്കി പറക്കി വെച്ചല്ലോ, അതിനെ നമ്മൾ നേരെ ഏഹ്, ഏഹ്, ഒരു വെൽ റിട്ടൺ ഫോർമാറ്റിൽ എഴുതുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്തുള്ള ഗ്രാമർ, പങ്ക്ച്വേഷൻസ്, എറേഴ്സ് ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ചൊക്കെ. ഒക്കെ അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല എഴുതുന്ന സമയത്ത് ഇത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ എഴുതുന്നത്, എന്താണ് എൻ്റെ ആവശ്യം. ഫോർ എക്സാമ്പിൾ, ഒരു കഥ പറച്ചിലാണോ എൻ്റെ ഉദ്ദേശം? അതല്ല, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത്? അല്ലെങ്കിൽ ഞാൻ എനിക്ക് ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത് എഴുതുന്നത്? എന്താണ് എൻ്റെ പർപ്പസ് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമായിട്ട് അവിടെ ആലോചിക്കണം. അതിനനുസരിച്ചിട്ട് വേണം, ആ ഒരു ടോണിൽ വേണം ഞാൻ ഇത് എഴുതാൻ. ഓക്കെ. അതുപോലെ തന്നെ എഴുതുമ്പോൾ തന്നെ എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാരിറ്റി അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ദെൻ എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് തരത്തിൽ എഡിറ്റിംഗ് നടക്കുന്നുണ്ട്: സെൽഫ് എഡിറ്റിംഗ്, പിയർ എഡിറ്റിംഗ്. അന്നേരം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഡിറ്റിങ്ങിൻ്റെ അകത്താണ് നമ്മൾ ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. സോ എഡിറ്റിംഗ് ഇൻക്ലൂഡ്സ് ഗ്രാമർ, സ്പെല്ലിംഗ്, പങ്ക്ച്വേഷൻ ചെക്ക്. എഡിറ്റിംഗ് ഇൻവോൾവ്സ് ടു പ്രോസസ്. പിയർ എഡിറ്റിംഗ് ഉണ്ട്, സെൽഫ് എഡിറ്റിംഗ് ഉണ്ട്. പിയർ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് പ്രൊവൈഡ്സ് എക്സ്റ്റേണൽ പെർസ്പെക്റ്റീവ് ഫോർ ഇംപ്രൂവ്മെന്റ്. നമ്മൾ എഴുതിയ കാര്യത്തിന് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം തേടുക എന്നുള്ളതാണ് പിയർ എഡിറ്റിംഗ് എന്ന് പറയും. നിങ്ങൾ എഴുതിയ കാര്യം നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ടോ ടീച്ചറിനെ കൊണ്ടോ കറക്റ്റ് ചെയ്യിപ്പിക്കുന്നത് പിയർ എഡിറ്റിംഗ് ആണ്. അതേസമയം സെൽഫ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് അലൗസ് റൈറ്റേഴ്സ് ടു റിഫൈൻ ദെയർ ഓൺ വർക്ക്. ഞാൻ എഴുതിയ കാര്യം ഞാൻ തന്നെ റിഫൈൻ ചെയ്യുകയാണ്, ഞാൻ തന്നെ അതിൻ്റെ അകത്ത് എറേഴ്സ് കണ്ടുപിടിച്ച് മാറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് സെൽഫ് എഡിറ്റിംഗ്. എന്തായാലും നമ്മൾ എഴുതുമ്പോൾ സെൽഫ് എഡിറ്റിംഗ് നടക്കും. പിന്നെ അത് ഒന്നും കൂടെ റിഫൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിയർ എഡിറ്റിംഗും കൂടെ ചെയ്യാം. Writers may choose to accept or disregard feedback based on its relevance. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുക്കലാണ് എഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്നെങ്കിൽ ടീച്ചർ പറയുന്നു കുറച്ച് പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യണം, ചില പോയിന്റ്സുകൾ കട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും, അതിനനുസരിച്ചുള്ള ചേഞ്ചസ് അതിൽ കൊടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിക്കും. ചെയ്യാം, ചെയ്യാതിരിക്കാം. ഓക്കെ. ദെൻ ഫൈനൽ റിവ്യൂ. പക്ഷെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ റിഫൈൻഡ് ആകും എന്നാണ് പറയുന്നത്. The final review. Writers incorporate feedback and make final revisions to enhance clarity and ensure the paper meets its objective for submission. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റർ ഈ പറഞ്ഞിട്ടുള്ള പിയർ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഫീഡ്ബാക്കും കൂടെ കിട്ടി. ആ ഫീഡ്ബാക്കിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ സജഷൻസും കൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫൈനൽ റിവിഷൻ കൂടെ നടത്തി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഉള്ള ക്ലാരിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക. ആ പേപ്പർ എങ്ങനെയായിരുന്നു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്തോ, ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് ഈ പേപ്പർ എഴുതുന്നത്, ശരിക്കും പറഞ്ഞാൽ പേപ്പർ ഇപ്പോൾ പെർഫെക്റ്റ് ആയോ എങ്കിൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും, സബ്മിഷൻ അത് റെഡി ആയി എന്നൊക്കെ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്തു. ഓക്കെ. ഇത് ഇത്രയാണ് നമ്മളുടെ
റൈറ്റിംഗ് പ്ലാനിലേക്ക് വരും. റൈറ്റിംഗ് പ്ലാൻ ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡ്രാഫ്റ്റിംഗ്, റിവൈസിങ്, എഡിറ്റിംഗ് ആൻഡ് ഫൈനൽ റിവ്യൂ. ഇത് ഏകദേശം നമ്മുടെ റൈറ്റിംഗ് പ്രോസസ്സ് പോലെ തന്നെ സിമിലർ ആണ്. ഈ വെൽ റിട്ടൺ സെന്റൻസ് എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ സെന്റൻസ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് വളരെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ വളരെ പ്രിസൈസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നോക്കാം. ക്വാളിറ്റീസ് ഓഫ് എ വെൽ റിട്ടൺ സെന്റൻസ് എന്തൊക്കെയാണ്? ഒരു വെൽ റിട്ടൺ സെന്റൻസ്, ഇത് നമുക്ക് 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ വെൽ റിട്ടൺ സെന്റൻസ്? എ വെൽ റിട്ടൺ സെന്റൻസ് is grammatically correct, clear and interesting. It should be concise, emphasized effectively, rhythmically varied and use precise diction. ഒരു വെൽ റിട്ടൺ സെന്റൻസ് എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും, അത് ക്ലിയർ ആയിരിക്കും, അത് വളരെ വായിക്കുന്ന ആൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ ഇത് വളരെ ചെറിയ രൂപത്തിലുള്ളതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു വാരി ഒരു സെന്റൻസ് എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് ആയിരിക്കത്തില്ല. മാക്സിമം ഒരു സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ലൈൻസിൻ്റെ അകത്ത് നിൽക്കും. അതുപോലെ തന്നെ അത് പറയേണ്ട കാര്യം എഫക്റ്റീവായിട്ട് എംഫസൈസ് ചെയ്ത് പറയും. അതുപോലെ തന്നെ അത് ഒരു റിതമിക്കലി വേരിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതിനൊരു താളം കാണും. എഴുതുന്ന ഒരു പാരഗ്രാഫിൽ സെന്റൻസുകളുണ്ടെങ്കിൽ ഒരു സെന്റൻസ് ഷോർട്ട് ആണെങ്കിൽ ഒരു സെന്റൻസ് ലോങ് ആയിരിക്കും. എന്ന് വെച്ചാൽ എല്ലാ ഷോർട്ട് സെന്റൻസിലും എഴുതത്തില്ല, അല്ലെങ്കിൽ എല്ലാ ലോങ് സെന്റൻസിലും എഴുതത്തില്ല. ഒരു താളം തോന്നുന്ന രീതിയിൽ വായിച്ച നല്ല സുഖമുള്ള രീതിയിലായിരിക്കും അത് എഴുതപ്പെട്ടിട്ടുണ്ടാകുക. യൂസ് പ്രിസൈസ് ഡിക്ഷൻ, തിരഞ്ഞെടുത്ത വാക്ക് ഇതിനെക്കാട്ടിലും, അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കാട്ടിലും ഒരു ബെറ്റർ വേർഡ് അവിടെ യൂസ് ചെയ്യാനില്ല എന്നുള്ളൊരു തോട്ട് ഡെവലപ്പ് ചെയ്യും. അന്നേരം ഇത്രയാണ്. ഇത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ. അന്നേരം വെൽ റിട്ടൺ സെന്റൻസ് എന്താണ്? ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും, ക്ലിയർ ആയിരിക്കും, ഇൻട്രസ്റ്റിംഗ് ടു ദ റീഡർ ആയിരിക്കും, ഇത് കൺസൈസ് ആയിരിക്കണം, അത് എംഫസൈസ് ചെയ്യണം, പോയിന്റ്സിനെ എംഫസൈസ് ചെയ്ത് ഇഫക്റ്റീവായിട്ട് പറയണം, റിതമിക്കലി വേരിയഡ് ആയിരിക്കും, അതുപോലെ പ്രിസൈസ് ഡിക്ഷൻസ് യൂസ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് കീ ഫീച്ചേഴ്സ് അവർ പറയുന്നുണ്ട്. അതെന്താണ്? കൺസിഷൻ. കൺസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ sentence should express ideas with the necessary details, avoiding excessive wordiness without sacrificing meaning. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം, ഒരു ഐഡിയ പറയുമ്പോൾ അതിന് ആവശ്യമുള്ള ഡീറ്റെയിൽസുകൾ മാത്രമേ കൊടുക്കാം. വാരി വലിച്ചുള്ള ഡീറ്റെയിൽസുകൾ കൊടുക്കുകയും ചെയ്യരുത്. ആവശ്യമുള്ള വേർഡ്സിൽ പറയേണ്ട കാര്യം കൃത്യമായിട്ട് പറയും. ഓക്കെ. അവോയ്ഡിങ് എക്സസീവ് വേർഡ്നെസ്, ആവശ്യമില്ലാത്ത വാക്കുകളെ ഒഴിവാക്കുക. പക്ഷേ ഒഴിവാക്കുമ്പോൾ ആ പറയുന്ന വാക്കുകളെ ഒഴിവാക്കുമ്പം നമുക്ക് പറയേണ്ട കാര്യത്തിന്റെ മീനിങ് വിട്ടു പോകാതിരിക്കാനും ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് വളരെ പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് ശീലിക്കുക. ഇനി നെക്സ്റ്റ് ആണ് എംഫസിസ്. എംഫസിസ് നേരത്തെ പറഞ്ഞ കാര്യം പോലെ തന്നെ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്ന വിധം പറയണം, അല്ലേ? കീ വേർഡ്സ് ഓർ ഐഡിയാസ് ആർ ഹൈലൈറ്റഡ് ത്രൂ റെപ്പറ്റീഷൻ ഓർ കെയർഫുൾ വേർഡ് പ്ലേസ്മെന്റ് ഓഫ്ൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സെന്റൻസ് ഫോർ ഇമ്പാക്റ്റ്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങൾ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയണമെങ്കിൽ ആ പറയേണ്ട കാര്യം എന്താണോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ് അത് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ, അറ്റ് ദി എൻഡ് ഓഫ് ദ സെന്റൻസിൽ, അതായത് സെന്റൻസിന്റെ തുടക്കത്തിലും ആ സെന്റൻസിന്റെ എൻഡിലും ഒക്കെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്ന രീതിയിൽ, എംഫസൈസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആ വേർഡ്സിനെ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. Rhythm. Sentence length and punctuation impact the rhythm. Mixing short, concise sentences with a longer, formal rhythms keep writing engaging. ഇപ്പം നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള പങ്ക്ച്വേഷൻസ് യൂസ് ചെയ്ത്, അതുപോലെ തന്നെ മിക്സിംഗ് അപ്പ് ഓഫ് സെന്റൻസസ്, ഒരേ ഒരു പാരഗ്രാഫിൽ ഷോർട്ട് സെന്റൻസും ലോങ് സെന്റൻസും ഒക്കെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതും ഒക്കെ വളരെ ഒരു റിതമിക് സ്റ്റൈൽ നമുക്ക് തരും. അതായത് സെന്റൻസ് ലെങ്ത്തും പങ്ക്ച്വേഷനും ഒക്കെ വായനയിൽ ഒരുപാട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ലോങ്ങർ സെന്റൻസിനോടൊപ്പം ഷോർട്ടർ സെന്റൻസ് ഒക്കെ മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ റൈറ്റിംഗ് എൻഗേജ് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ്, വെറൈറ്റി. Alternative sentence structures and length add depth and reduce monotony, making paragraphs more engaging. So, sentence structure and ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ സെൻറ്റൻസ് മാത്രം ഉപയോഗിക്കാതെ കോംപ്ലക്സും കോമ്പൗണ്ടും സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സിമ്പിൾ വേർഡ്സുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് ജാർഗൻസുകൾ യൂസ് ചെയ്യാം. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് മൊണോട്ടണസ് ആയിട്ടുള്ള ഫീലിംഗ് തോന്നില്ല. ഒരേ സമയം അവർക്ക് ഇൻഫോർമേറ്റീവും എൻ്റർടൈനിങ്ങും അതുപോലെ തന്നെ പുതിയ വേർഡ്സിനെ അറിയാനും ഒക്കെ ഉള്ളൊരു ഇടമാകണം. അന്നേരം വെറൈറ്റി ഫീൽ ചെയ്യിപ്പിക്കുക.
അല്ലെങ്കിൽ എന്ത് പറ്റും, മൊണോട്ടണസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ദെൻ ഡിക്ഷൻ, ദ ചോയ്സ് ഓഫ് വേർഡ്സ് ഇൻഫ്ലുവൻസ് ക്ലാരിറ്റി ആൻഡ് ടോൺ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ അത് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ പറയേണ്ട കാര്യം കൃത്യമായിട്ട് ആ ടോൺ അവരിലേക്ക് എത്തിക്കാനും പറ്റണം. There are two types of diction, formal diction and informal diction. Formal diction എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ ഒഫീഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഫോർമൽ ഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കോംപ്ലക്സ് വൊക്കാബുലറി ഒക്കെ ഇതിന് കാണും. അതിന് പ്രത്യേകം ഗ്രാമാറ്റിക്കൽ കൺവെൻഷൻസ് കാണും. നിങ്ങളിപ്പോൾ ഒരു സർക്കാർ ഉത്തരവൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ നമ്മൾ ഒരു എഴുതുന്ന ലെറ്റർ പോലെയാണ് അല്ലല്ലോ. അതിൻ്റെ അകത്തെ വൊക്കാബുലറി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിൻ്റെ അകത്തെ ഗ്രാമാറ്റിക്കൽ സെൻറ്റൻസ് സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അന്നേരം ഫോർമൽ ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഒഫീഷ്യൽ കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുന്നതാണ്. കോംപ്ലക്സ് വൊക്കാബുലറി ജാർഗൻസ് ഇതൊക്കെ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യും. ഇനി ഇൻഫോർമൽ ഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, എവറിഡേ ലാംഗ്വേജിൽ കാഷ്വൽ സെറ്റിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പേഴ്സണൽ ലെറ്റേഴ്സ്, നോവൽസ്, പോയിട്രി ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി മീനിങ്. മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വാക്കിന് ആഹ്, ഒരു ആ വാക്കിൻ്റെതായ ഒരു മീനിങ് ഉണ്ടാവും. ആ വാക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറയുമ്പോൾ ആ സന്ദർഭത്തിനനുസരിച്ച് ആ വാക്കിന് ഒരു മീനിങ്ങും ഉണ്ടാകും. So the word has two types of meaning. Okay, that is connotative meaning and denotative meaning. Okay, connotative meaning എന്ന് വെച്ചാൽ എന്താണ്, കോണ്ടെക്സ്റ്റൽ മീനിങ്. ആ വാക്കിന് ആ സന്ദർഭത്തിൽ എന്താണ് അർത്ഥം വരുന്നത്. ചിലവർ പറയത്തില്ലേ, നീ ആ സന്ദർഭത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചാൽ ശരിയായില്ല. ഓക്കെ, സോ ആ പറയുന്ന സന്ദർഭോചിതമായ മീനിങ് ആണ് കൊണോട്ടേറ്റീവ് മീനിങ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റൽ മീനിങ്. ദെൻ ഡിനോട്ടേറ്റീവ് മീനിങ് എന്ന് വെച്ചാൽ ആ വാക്കിന് ഡിക്ഷണറി കൊടുക്കുന്ന മീനിങ് അല്ലെങ്കിൽ ആ വാക്കിൻ്റെതായ ഒരർത്ഥം. ഓക്കെ, അതാണ് ഡിനോട്ടേറ്റീവ് മീനിങ്. Connotations allow words to evoke emotions and associations beyond their literal meaning, enhancing depth of expression. സാധാരണ കൊണോട്ടേറ്റീവ് മീനിങ് ആണ് വൈകാരികമായ തലത്തിൽ ഒരു വാക്കിന് അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഡിനോട്ടേറ്റീവ് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നില്ല. അത് ആ വാക്കിന്റെ ഒരു ഇൻബോൺ മീനിങ് ആണ് ഡിനോട്ടേറ്റീവ് മീനിങ് എന്ന് പറയുന്നത്. പക്ഷെ കൊണോട്ടേറ്റീവ് മീനിങ് എന്ന് പറയുന്ന മീനിങ് ആണ് യഥാർത്ഥത്തിൽ ഒരു വാക്കിന് പൂർണ്ണമായ അർത്ഥം വൈകാരികമായി കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൂടുതലും ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറഞ്ഞ എന്തിനെ കുറിച്ചിട്ടാണ്, വെൽ റിട്ടൺ സെന്റൻസ്. അന്നേരം ഒരു സെന്റൻസിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ എലമെന്റ്സുകൾ ഉണ്ടാകും. കൺസഷൻ, എംഫസിസ്, റിതം, then variety, diction, two types of diction, formal diction, informal diction, then meaning. Meaning includes denotative meaning and connotative meaning. ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ക്ലാരിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഇൻ റൈറ്റിങ്ങിനെ കുറിച്ച് നോക്കാം. അന്നേരം ഒരേ വ്യക്തി എഴുതുന്നത് എത്രമാത്രം ക്ലിയർ ആണ്, എത്രമാത്രം സിമ്പിൾ ആണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. So essential for clear and simple writing. It includes good writing should be clear, direct and easy to understand. ഒരു നല്ല എഴുത്തെന്ന് പറയുന്നത് അത് വളരെ ക്ലിയർ ആയിരിക്കും. അത് ഒരു വ്യക്തിക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. ഡയറക്റ്റ് ആയിട്ടായിരിക്കും, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാകുക. അത് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിനുള്ള കുറച്ച് ടിപ്പുകളാണ് നമുക്ക് ബുക്കിൽ പറയുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സ്പീക്ക് ഇറ്റ് ലൗഡ്. സ്പീക്ക് ഇറ്റ് ഔട്ട് ലൗഡ്. ദെൻ ദ സെക്കൻഡ് ഈസ് ഡബിൾ ചെക്ക് യുവർ മീനിങ്. തേർഡ് ഈസ് യൂസ് പ്ലെയിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീക്ക് പ്ലെയിൻലി എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്ത് കാര്യം എഴുതിയാലും എഴുതി കഴിഞ്ഞതിന് ശേഷം അത് ഉറക്കനെ ഒന്ന് വായിക്കണം. ഉറക്കനെ വായിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൊണോട്ടേറ്റീവ് മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു സാഹചര്യം, സന്ദർഭം ഉണ്ടാവുമല്ലോ. ആ സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള ടോണിലാണോ ഇത് ഉച്ചരിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാം. സോ റീഡിങ് യുവർ റൈറ്റിംഗ് out loud can help to clarify confusing sections, making your intended meaning more apparent. നിങ്ങൾ ഉദ്ദേശിച്ച അർത്ഥം അതിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എഴുതിയ കാര്യത്തിന് ഉറക്കനെ വായിക്കുക. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. Then double check your meaning. If you aren't clearly explaining your point, it may indicate unclear thinking. Ensure you understand your own ideas before trying to convey them.
നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ധാരണകൾ കൃത്യമാക്കി എടുക്കാം. നിങ്ങളുടെ ഐഡിയാസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പ്രസന്റബിൾ ആയിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം പറയുമ്പോഴും എഴുതുമ്പോഴും പലവട്ടം അതിന് ചെക്ക് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ കാര്യവും എഴുതിയ കാര്യമൊക്കെ പലവട്ടം ചെക്ക് ചെയ്യണം. യൂസ് എ പ്ലെയിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്പീക്ക് പ്ലെയിൻലി. എയിം ടു സിംപ്ലിസിറ്റി ആൻഡ് ക്ലാരിറ്റി ഇൻ യുവർ ലാംഗ്വേജ്. അവോയ്ഡ് കോംപ്ലക്സ് ടേംസ് അൺലെസ് നെസസറി. നിങ്ങൾ എപ്പോഴും എഴുതുന്ന കാര്യം വ്യക്തമായിരിക്കണം, വളരെ സിമ്പിൾ ആയിരിക്കണം. കോംപ്ലക്സ് ടേംസ്, ജാർഗൻസ് ഇത് അനാവശ്യമായി യൂസ് ചെയ്യാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞു എന്താ, അൺലെസ് നെസസറി. ഓക്കെ, ആവശ്യമില്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എന്താ പറ്റും, നമുക്കൊരു മൊണോട്ടണസ് ഫീൽ. ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യാം, ഒരു കോംപ്ലക്സ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. അന്നേരം ക്ലിയർ റൈറ്റിങ്ങിന്റെ ടിപ്സുകളാണ്: സ്പീക്ക് ഇറ്റ് ലൗഡ്ലി, ഡബിൾ ചെക്ക് യുവർ മീനിങ്. പറഞ്ഞ കാര്യം 2-3 വട്ടം നമ്മളൊന്ന് മീനിങ് ചെക്ക് ചെയ്യുക. ബാക്കി ആൾക്കാർക്ക് ആർക്കെങ്കിലും ദോഷകരമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഒരു ഇതിനെ മറ്റൊരു ദ്വയാർത്ഥത്തിൽ എടുക്കുന്ന രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളതെന്നൊക്കെ അറിയാനായിട്ട് ഡബിൾ ചെക്ക് യുവർ മീനിങ്. ദെൻ സ്പീക്ക് പ്ലെയിൻലി. ദെൻ യൂസ് ഓഫ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. നമ്മൾ പറയുമ്പോൾ ആലങ്കാരികമായിട്ട് പറയാനായിട്ട് ശ്രമിക്കണം. അന്നേരം എന്ത് പറ്റും, മെറ്റഫേഴ്സ്, സിമിലീസ്, മിറ്റോണിംസ് ഇങ്ങനെയുള്ള ലിറ്ററലി ഉള്ള കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ വായിക്കുന്ന ആൾക്ക് വളരെ രസകരമായിട്ടത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് കൊളോക്കേഷൻസ്, കോമൺ വേർഡ്സുകൾ, കോമൺ ലാംഗ്വേജിലുള്ള കാര്യങ്ങൾ, കോമൺ വേർഡ് പെയറിങ്സ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മേക്ക് എ വിസിറ്റ്, പേ എ വിസിറ്റ്. അതുപോലെ തന്നെ ആസ്ക് എ ഫേവർ, ഗോ ഇൻസൈഡ്. നമ്മൾ ഒരു വാക്ക് ആസ്ക് എ ഫേവർ, സോ എവറിഡേ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് പ്രെഡിക്റ്റ് വേർഡ് സീക്വൻസസ് ആർ നോൺ ആസ് കൊളോക്കേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അണ്ടർലൈൻ. പ്രെഡിക്റ്റ് വേർഡ് സീക്വൻസസ് ആർ നോൺ ആസ് കൊളോക്കേഷൻ. ഒരു വാക്ക് പറയുമ്പം അടുത്ത വാക്ക് ഇതായിരിക്കാം എന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാക്കുകളെയാണ് നമ്മൾ കൊളോക്കേഷൻസ് എന്ന് പറയുന്നത്. അത്തരം ഇങ്ങനെയുള്ള വേർഡ് പിയറിങ്സ് നമുക്ക് ഉപയോഗിക്കാം. അന്നേരം വായിക്കുന്ന ആൾക്കാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടത് തോന്നും, ഫ്ലുവൻ്റ് ആയിട്ട് തോന്നും. ദെൻ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ പഠിക്കേണ്ടത്. ഇനി അടുത്ത വരുന്ന പങ്ക്ച്വേഷൻസിനെ കുറിച്ചിട്ടാണ്. പങ്ക്ച്വേഷൻസിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് നോക്കാം. പങ്ക്ച്വേഷൻസിനെ കുറിച്ച് 5 മാർക്കിന് ചോദിക്കാം. ഓക്കെ, ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാവുന്നത്. ബട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പങ്ക്ച്വേഷൻ. 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് എക്സാമ്പിളും കൂടെ അതിൻ്റെ അത് കൃത്യമായിട്ട് എഴുതണം. അന്നേരം പങ്ക്ച്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പങ്ക്ച്വേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്താണ്, ടൂൾസ് ദാറ്റ് ഹെൽപ്പ് us ടു ഓർഗനൈസ്. അതൊന്ന് മാർക്ക് ചെയ്ത് നിങ്ങളുടെ പങ്ക്ച്വേഷൻസിന്റെ താഴെയായിട്ട് ടെക്സ്റ്റിൽ കിടക്കപ്പുണ്ട്. ദ ടൂൾസ് ദാറ്റ് ഹെൽപ്സ് us ടു ഓർഗനൈസ് അവർ തിങ്കിങ് ആൻഡ് മേഡ് ഇറ്റ് സിംപ്ലർ ടു അനലൈസ് ആൻഡ് എക്സ്പ്രസ് അവർ തോട്ട്സ് ആർ കാൾഡ് പങ്ക്ച്വേഷൻസ്. നമ്മുടെ ഐഡിയാസിനെ ഓർഗനൈസ് ചെയ്യാനും നമ്മുടെ തോട്ട്സുകളെ വളരെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാനും അതിനെ എക്സ്പ്രസ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ടൂളാണ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കോമ വരുന്നുണ്ട്, പീരീഡ് വരുന്നുണ്ട്, അപ്പോസ്ട്രോഫി വരുന്നുണ്ട്, കൊട്ടേഷൻ മാർക്സ് വരുന്നുണ്ട്, എക്സ്ക്ലമേഷൻ മാർക്ക്, ക്വസ്റ്റ്യൻ മാർക്ക്, ബ്രാക്കറ്റ്, ബ്രേസസ്, പാരാന്തസിസ്, ഡാഷ്, ഹൈഫൻ, എലിപ്സിസ്, കോളൻ, സെമിക്കോളൻ. ഇതെല്ലാം എന്താണ്, പങ്ക്ച്വേഷൻ മാർക്കുകളാണ്. ഇനി കോമ. കോമ കമ്പൈൻസ് ക്ലോസസ്, സെപ്പറേറ്റ് ഐറ്റംസ് ഇൻ ലിസ്റ്റ് ആൻഡ് ക്ലാരിഫൈസ് സെന്റൻസ് സ്ട്രക്ചർ. ഇപ്പം കോമ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ രണ്ട് ഇൻഡിപെൻഡന്റ് ക്ലോസുകളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് ഐറ്റത്തിന് സെപ്പറേറ്റ് ചെയ്യാനും സെന്റൻസ് ക്ലിയർ ആയിട്ട് ക്ലാരിഫൈ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കോമ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ല തരുന്നത്, ടെക്സ്റ്റിൽ നമുക്കല്ലാതെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ടെക്സ്റ്റിൽ പറയുന്നത് ഐ എൻജോയ്ഡ് ദ കോഫി ആൻഡ് ഐ ലൈക്ക് ദ ടീ, ഇല്ലേ? ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വി ബോട്ട് ആപ്പിൾസ്, ഓറഞ്ചസ്, ബനാനാസ് ആൻഡ് ഗ്രേപ്സ്. കണ്ടോ? അന്നേരം ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ കടയിൽ പോയി ആപ്പിളും ഓറഞ്ചും ബനാനയും ഗ്രേപ്പും ഒക്കെ വാങ്ങിച്ചു. ഓരോ ഐറ്റം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കോമ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ്, അപ്പോസ്ട്രോഫി. ഷോ പൊസിഷൻ ഓർ ഫോം കോൺട്രാക്ഷൻസ്. അന്നേരം പൊസിഷൻ എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ, നിന്റെ, തൻ്റെ എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ പൊസിഷൻ എന്ന് പറയുന്നത്. ഒക്കെ കൂടുതലും
നമ്മളുടെ കാണിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നൊക്കെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് സാറാസ് ബുക്ക്. ഇത് സാറയുടെ ടെക്സ്റ്റാണ്. ദാറ്റ് ഈസ് സാറാസ്. ഇവിടെയാണ് അപ്പോസ്ട്രോഫി ഇട്ടിരിക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഔട്ട്സൈഡ്. ഇറ്റിന്റെ അവിടെ അപ്പോസ്ട്രോഫീസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതെല്ലാം എന്താണ്? ഈ ആദ്യത്തെ തന്നിരിക്കുന്ന പൊസഷൻ എക്സാമ്പിൾ ആണ്. രണ്ടാമത് തന്നിരിക്കുന്നത് കോൺട്രാക്ഷന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് ഈസ് കൊട്ടേഷൻ മാർക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ സ്പെസിഫൈ ചെയ്യാൻ ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? കൊട്ടേഷൻ മാർക്ക്. ഹി സെഡ് ഐ വിൽ ബി ദർ സൂൺ. ഇല്ല, അവൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് എത്തുമെന്ന് അവൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എത്തുമെന്ന് അവൻ പറഞ്ഞു. ഇത് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് നോക്കി. ലീല സെഡ് ഈസ് ദിസ് മൈ ന്യൂ കാർ. സോ ലീല സെഡ്, ടോൾ, ഇതൊക്കെ കഴിഞ്ഞു വരുന്ന എന്ത്? സെഡ് ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൊട്ടേഷൻ മാർക്ക് നമ്മൾ ഇടും. ഇനി questions and exclamation mark indicates interrogative or exclamatory sentence, though they are rare in formal writing. So questions and exclamation mark എന്ന് പറയുന്നത് ഇന്ററോഗേറ്റീവ് അല്ലെങ്കിൽ ഇന്ററോഗേറ്റീവ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റിലുള്ള, അതുപോലെ എക്സ്ക്ലമേറ്ററി സെന്റൻസിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന സാധാരണ ഇങ്ങനെയുള്ള ഫോർമൽ റൈറ്റിംഗിൽ ഇത് അങ്ങനെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. വളരെ വിരളമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. സോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആർ യു കമ്മിങ് വിത്ത് അസ്? നിങ്ങൾ എൻ്റെ കൂടെ വരുന്നു? ആർ യു കമ്മിങ് വിത്ത് അസ്? എന്താ അല്ലെങ്കിൽ വാട്ട്സ് യുവർ നെയിം? ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇനി എക്സ്ക്ലമേഷൻ മാർക്കാണെങ്കിൽ വാവ്, ഓ ഹായ്, ഹുറേ, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ വരുന്ന സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സ്ക്ലമേഷൻ മാർക്ക് ആഡ് ചെയ്യും. വാവ്, ദാറ്റ് വാസ് അമേസിങ്. ദെൻ ഹൈഫൻ. ഹൈഫൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ജോയിൻസ് കോമ്പൗണ്ട് ടേംസ്. ബ്ലാക്ക് ബോർഡ്, വെൽ നോൺ, മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, ഓക്കെ, ബ്രദർ ഇൻ ലോ, ഇതിൻ്റെ അകത്തൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹൈഫൻസ് യൂസ് ചെയ്യും കോമ്പൗണ്ട് ടേംസിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ. ഡാഷ്, ഇറ്റ് സിഗ്നൽസ് എ പോസ് ഓർ ഷിഫ്റ്റ് ഇൻ തോട്ട്, അവോയ്ഡ് ഓവർ യൂസ്. സോ നമ്മുടെ ചിന്തകളിൽ ഒരു പോസ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെ പറ്റി ആലോചിച്ച് പറയുന്ന ഒരു ഫീലിംഗ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡാഷ്, ഒരു വര. ഓക്കെ, പക്ഷെ ഇതങ്ങനെ എല്ലായിടത്തും കയറി ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്ലോവാം. ഇത് വല്ലപ്പോഴും ഒരു സെന്റൻസിന്റെ ഇടയിൽ ഒരു സുഖകരമായ അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഷി വാസ് എക്സൈറ്റഡ്. എന്നിട്ട് ഇച്ചിരി നേരം നിർത്തണം. എന്നിട്ട് ആൻഡ് എ ബിറ്റ് നെർവസ് about the event. You know, she was excited and a bit nervous about the event. Okay, അന്നേരം ഒരു കാര്യം ഒന്ന് പോസ് ചെയ്ത് പറയാൻ നമുക്ക് ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മൾ ഇത് എന്താണ് റൈറ്റിംഗ്സിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ്, എസ്പെഷ്യലി ഫോർമൽ റൈറ്റിംഗിലൊക്കെ കാണുന്ന ഒന്നാണ് ബ്രാക്കറ്റ്സ്. നമ്മൾ തന്നിട്ടുണ്ട്. ദെൻ ഇതിന് പറയുന്ന പേര്, ഇത് ബ്രാക്കറ്റ് അല്ല, ഇത് പരാന്തസിസ്, ദെൻ ബ്രാക്കറ്റ്, ദെൻ ബ്രേസസ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അന്നേരം എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പരാന്തസിസ്, ബ്രാക്കറ്റ്സ്, ബ്രേസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ആണ് എലിപ്സിസ്. എലിപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിനെ അവിടെ വിട്ട് പറയുകയാണ്. ഇൻഡിക്കേറ്റ് ഒമിറ്റഡ് വേർഡ്സ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തരത്തിൽ അത് വിട്ട് പറയുകയാണെങ്കിൽ നമുക്കതിന് പറയാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എലിപ്സിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരാന്തസിസിൻ്റെ ഉള്ളിൽ, അതാണ്ട് ഈ പറയുന്ന പരാന്തസിസിൻ്റെ ഉള്ളിൽ കുറച്ച് കുത്തുകൾ, 2-3 കുത്തുകൾ ഇടും. ഓക്കെ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എലിപ്സിസ്. ഐ ഡോണ്ട് നോ, മേ ബി വി ഷുഡ് വെയിറ്റ്. ഓക്കെ, ഐ ഡോണ്ട് നോ, മേ ബി വി ഷുഡ് വെയിറ്റ്. സോ നിങ്ങളിപ്പം ഒരു നോട്ട്ബുക്കിൽ നിന്ന് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, അന്നേരം ആ ഒരു പാരഗ്രാഫ് മുഴുവൻ എഴുതാം, അത് പിന്നീട് എഴുതിയെടുക്കാം. അതിൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് ലാസ്റ്റ് സെൻറ്റൻസ് മതിയെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസ് എഴുതിയിട്ട് 2-3 ഡോട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് സെൻറ്റൻസ് എഴുതും. അന്നേരം നമുക്കറിയാം ഇവിടെ മുതൽ ഇവിടം വരെയുള്ള കാര്യങ്ങൾ എഴുതാനുള്ളതാണ്, അല്ലെങ്കിൽ ഇത് അറിയേണ്ടതാണെന്നുള്ളൊരു തോന്നൽ ജനറേറ്റ് ചെയ്യും. അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എലിപ്സിസ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് കോളൻ. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് എ ലിസ്റ്റ് ഓർ എക്സ്പ്ലനേഷൻസ് ഫോളോയിങ് എ സ്റ്റേറ്റ്മെന്റ്. സോ ഒരു കോളൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് പറയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോളൻ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, ബ്രിങ് ദ ഫോളോയിങ് ഐറ്റംസ്. ലിസ്റ്റ് പറയാം, ലിസ്റ്റ് എക്സ്പ്ലനേഷൻ. ലിസ്റ്റ് ആണ് ബ്രിങ് ദ ഫോളോയിങ് ഐറ്റംസ്. ഇതൊക്കെ പാസ്പോർട്ട്, ടിക്കറ്റ്,
ബോർഡിംഗ് പാസ്. കണ്ടോ? ലിസ്റ്റ് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തിട്ടിട്ടുണ്ട്? കോമ ഇട്ടിട്ടുണ്ട്. അന്നേരം ബ്രിങ് ദ ഫോളോയിങ് ഐറ്റം കഴിഞ്ഞ് എന്തിട്ടിട്ടുണ്ട്? കോളൻ ഇട്ടിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചു, അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയാൻ എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം? കോളൻ എഴുതണം. ദെൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം. ഷീ ഹാഡ് വൺ ഗോൾ ടു ഫിനിഷ് ദ റേസ്. സോ ഇത്രയുമാണ് ഈ ഒരു അല്ല, നെക്സ്റ്റ് ഒരെണ്ണം കൊണ്ട് സെമിക്കോളൻ. സെമിക്കോളൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ലിങ്ക്സ് റിലേറ്റഡ് മെയിൻ ക്ലോസസ്. മെയിൻ ക്ലോസസിന് തമ്മിൽ റിലേറ്റ് ചെയ്യുന്നതാണ് സെമിക്കോളൻ എന്ന് പറയുന്നത്. അന്നേരം നമുക്കറിയാമല്ലോ, ഒരു കോംപ്ലക്സ് സെന്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഒരു കോമ്പൗണ്ട് സെന്റൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു മെയിൻ ക്ലോസും കാണും, ഒരു സബോർഡിനേറ്റ് ക്ലോസും കാണും. അന്നേരം ഈ സബോർഡിനേറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെമിക്കോളൻ. ഷീ ലവ്സ് ടു റീഡ്. അവൾക്ക് വായിക്കുന്നത് ഇഷ്ടമാണ്. ഹെർ ഫേവറേറ്റ് ജാനർ ഈസ് ഹിസ്റ്ററി. അവളുടെ ഫേവറേറ്റ് ജാനർ എന്താണ്? ഹിസ്റ്ററിയാണ്. അന്നേരം ആ അവൾക്ക് വായിക്കാൻ ഇഷ്ടമാണ്, അവളുടെ ഫേവറേറ്റ് ജാനർ ഹിസ്റ്ററിയാണ്. ഇതിനകത്ത് എന്താണ്? അവൾ കൂടുതലും വായിക്കുന്നത് ഹിസ്റ്ററിയാണ്. അന്നേരം ഇങ്ങനെ ഈ പറയുന്ന സെമിക്കോളൻ എന്ന് വെച്ചാൽ ഒരു കുത്തും കോമയും ഇടുന്നതിനെയാണ് സെമിക്കോളൻ എന്ന് പറയുന്നത്. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പങ്ക്ച്വേഷൻ്റെ അകത്ത് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ റൈറ്റിംഗ് എലമെന്റ്സിൽ വരുന്നതാണ്. ഇത്രയും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ പാഠത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയാവുന്നതാണ്. ഓക്കെ, ബൈ.